ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റാർട്ട് നോഡ് എ, ഗോൾ നോഡ് എന്ന് പറയുന്നത് ജി. അതായത് ഈ ഗ്രാഫിൽ എയിൽ നിന്ന് ജിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ഗ്രാഫിൽ കുറച്ച് നോഡുകളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന നോഡിൽ നിന്നും ബിയിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. ബിയിൽ നിന്ന് ഡിയിലെത്താൻ 3 ആണ്. ഡിയിൽ നിന്ന് എഫിലെത്താനായിട്ട് 2 ആണ്. അങ്ങനെ ഓരോ ആർക്കും ലേബൽ ചെയ്തിട്ടുണ്ട്. നോഡുകളിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വൽ കോസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ എ സ്റ്റാറിൽ ഹ്യൂറിസ്റ്റിക് വാല്യൂ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ എ സ്റ്റാർ അൽഗോരിതം എപ്പോഴും ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ, അതായത് ഹ്യൂറിസ്റ്റിക് വാല്യൂ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഓരോ നോഡിൻ്റെയും ഹ്യൂറിസ്റ്റിക് വാല്യൂ ആണ് അതിൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്ന നമ്പർ. ഇപ്പോൾ ബിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 6 ആണ്, ഡിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ 3 ആണ്. അങ്ങനെ ഓരോ നോഡിനും ഹ്യൂറിസ്റ്റിക് വാല്യൂ എഴുതിയിട്ടുണ്ട്. ഗോൾ നോഡിൻ്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് ഈ അൽഗോരിതം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലിസ്റ്റ് യൂസ് ചെയ്യും, ഓപ്പൺ ലിസ്റ്റും ക്ലോസ്ഡ് ലിസ്റ്റും. അതിൽ ഓപ്പൺ ലിസ്റ്റിൽ സ്റ്റാർട്ടിംഗ് നോഡ് ആദ്യമേ തന്നെ സ്റ്റാർട്ടിംഗ് നോഡ് ഉണ്ടായിരിക്കും. ഇനി ഓപ്പൺ ലിസ്റ്റിൽ നമ്മളെപ്പോഴും എക്സ്പാൻഡ് ചെയ്ത് ഹ്യൂറിസ്റ്റിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോഡുകളായിരിക്കും ഇവിടെ എഴുതിയിരിക്കുക. അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാകില്ല. ഇനി അടുത്തത് ഈ അൽഗോരിതം എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സ്റ്റാർട്ട് നോഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഓരോ നോഡിനും നമ്മളൊരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് f(n) എന്ന് പറയുന്ന, ഇപ്പോൾ nth നോഡിന് f(n) എന്ന് പറയുന്ന എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂ f(n) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്: g(n) + h(n). അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഏതെങ്കിലും ഒരു നോഡിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ നോഡിൻ്റെ തന്നെ g(n) + h(n) ആണ്. g(n) എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് നോഡ് മുതൽ nth നോഡ് വരെ എത്താനുള്ള കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ്, അതാണ് nth നോഡിൻ്റെ g(n) എന്ന് പറയുന്നത്. ഇനി അതേ നോഡിൻ്റെ ഹ്യൂറിസ്റ്റിക് ഫങ്ഷനാണ് h(n) എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് വാല്യൂ. എക്സാമ്പിൾ നോക്കാം. ബിയുടെ g(n) എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് നോഡ് ഇവിടെ എ ആയിട്ട് എടുക്കുമ്പോൾ എയിൽ നിന്നും ബി വരെ എത്താൻ എത്രയാണ് കോസ്റ്റ്? 1 ആണ്. അതാണ് g(n) എന്ന് പറയുന്നത്. അതുപോലെ ബിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് ആ തൊട്ട് എഴുതിയിരിക്കുന്ന നമ്പർ 6, അതാണ്. അപ്പോൾ ഇപ്പോൾ ഡിയുടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിയിൽ എത്താനായിട്ട് സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്നും 1 + 3, അപ്പോൾ 4 ആണ് ഡിയുടെ ആക്ച്വൽ കോസ്റ്റ്, അതായത് g(n) എന്ന് പറയുന്നത്. ഹ്യൂറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് ഡി നോഡിൻ്റെ തൊട്ടടുത്ത് എഴുതിയിട്ടുണ്ട് ഒരു നമ്പർ, അതാണ്. ഇനി ഇനി വർക്കൗട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് സ്റ്റാർട്ട് നോഡ് എടുക്കുന്നു. സ്റ്റാർട്ട് നോഡ് എടുത്തിട്ട് ഈ സ്റ്റാർട്ട് നോഡിന് എക്സ്പാൻഡ് ചെയ്യുന്നു. സ്റ്റാർട്ട് നോഡ് ആദ്യമേ ഗോൾ നോഡാണോ നോക്കും, അല്ല. അപ്പോൾ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ബി എന്നും സി എന്നും 2ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ ബിയും സിയുമാണ് എയുടെ ചൈൽഡ് നോഡെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇനി അടുത്ത് നോക്കേണ്ടത് ഇതിൻ്റെ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നോക്കി ബിയും സിയും ഗോൾ നോഡാണോ നോക്കി, ഗോൾ നോഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നോഡ് 2 കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ f(n) ഓരോ നോഡിനും സെപ്പറേറ്റ് f(n) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന നോഡിൻ്റെ f(c) ആണ്. f(c) എങ്ങനെ കണ്ടുപിടിക്കും? g(c) + h(c). അതിൽ g(c) എത്രയാണ്? സിയിലെത്താൻ വേണ്ടിയിട്ട് എയിൽ നിന്നും എത്രയാണ് ഡിസ്റ്റൻസ്? ആക്ച്വൽ വാല്യൂ 4 ആണ്. 4 + h(c) എത്രയാണ്? അത് 4 ആണ്. അങ്ങനെ 8 ആയി. ഇനി ബിയുടേതാണെങ്കിലോ f(b) എങ്ങനെ കണ്ടുപിടിക്കും? g(b) + h(b). അതിൽ g(b) എന്ന് പറയുന്നത് എന്താണ്? ബിയിൽ എത്താനുള്ള ആക്ച്വൽ കോസ്റ്റ് 1 ആണ്. h(b) എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെ 7 ആയി.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ വേണം നമ്മളിനി എടുക്കാനായിട്ട്. ബിയും എടുത്തു സിയും എടുത്തു, രണ്ടിൻ്റെയും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നോക്കി, അതായത് എഫ് ഓഫ് വാല്യൂ നോക്കി. അപ്പോൾ അതിൽ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ബി ആണ് കിട്ടിയതല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബി എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഹ്യൂറിസ്റ്റിക് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് രണ്ടും എവിടെ എഴുതും, നമ്മുടെ ഓപ്പൺ ലിസ്റ്റിലേക്ക് എഴുതും. ഓപ്പൺ ലിസ്റ്റിലേക്ക് എഴുതുമ്പോൾ ബിയും എഴുതി സിയും എഴുതി, അതിൻ്റെ ഓരോന്നിൻ്റെയും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. സിയുടേത് 8 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്, ബി ആണല്ലേ. 7 ആണ് സ്മോളസ്റ്റ് വാല്യൂ, അത് ബിയുടേതാണ്. അതുകൊണ്ട് ബി ഇങ്ങോട്ട് എടുക്കുന്നു. ബി എടുത്തിട്ട് അത് ഗോൾ നോഡാണോ നോക്കുന്നു, അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇനി എക്സ്പാൻഡ് ചെയ്യാം. ബിയെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടും, ബി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വാല്യൂ കിട്ടും, അല്ലെങ്കിൽ 2 നോഡ് കിട്ടും. ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബിയുടെ ചൈൽഡ് ഡിയും ഉണ്ട്, വീണ്ടും സിയും ഉണ്ട്. അപ്പോൾ സി ഇവിടെ ഉണ്ട്, എന്നാൽ അത് എയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ് സി. ഇവിടെ ബിയിൽ നിന്നും സിയിലേക്ക് വരാനുള്ള വഴിയുണ്ട്. അപ്പോൾ ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 നോഡ് കിട്ടും, ഒന്ന് ഡിയും മറ്റൊന്ന് സിയുമാണ്. ഇനി എന്ത് ചെയ്യണം, ഇതിന് രണ്ടിൻ്റെയും ഹ്യൂറിസ്റ്റിക് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടിൻ്റെയും ഹ്യൂറിസ്റ്റിക് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഹ്യൂറിസ്റ്റിക് വാല്യൂവും എസ്റ്റിമേറ്റഡ് വാല്യൂ ആക്ച്വൽ കോസ്റ്റും കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് എസ്റ്റിമേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഡിയുടെ തന്നെ എസ്റ്റിമേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാം. എഫ് ഓഫ് ഡി, അതായത് ജി ഓഫ് ഡി പ്ലസ് എച്ച് ഓഫ് ഡി എത്ര വരും, ജി ഓഫ് ഡി എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ ഡിയുടെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 പ്ലസ് എച്ച് ഓഫ് ഡി എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ അത് 6 വരും. 3 അല്ല, ഇവിടെ എത്ര, ജി ഓഫ് ഡി എന്ന് പറയുന്നത് ഡിയിൽ എത്താനായിട്ട് സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്ന് എയിൽ നിന്ന് ബിയിലെത്താൻ 1 ഉണ്ട്, പിന്നെയാണ് ബിയിൽ നിന്ന് ഡിയിലെത്താൻ 3 ആണ് അല്ലേ. അപ്പോൾ 1 + 3, ഇവിടെ ഒരു 1 കൂടെ ഉണ്ട്. 1 + 3 + 3 അങ്ങനെ 7 ആണ്. ഇനി അടുത്തത് സിയുടെ കോസ്റ്റ് നോക്കാം. എഫ് ഓഫ് സി എത്രയാണെന്ന് നോക്കാം. അതും ജി ഓഫ് സി പ്ലസ് എച്ച് ഓഫ് സി ആണ്. ജി ഓഫ് സി നോക്കാം. ഓക്കെ, ഇപ്പോൾ ജി ഓഫ് സി എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്നും ബി വഴി സിയിലെത്താനുള്ളതാണ് അല്ലേ. ഇപ്പോൾ സിയുടേതല്ല, ഏതെങ്കിലും സിയുടെ നോക്കിയാൽ പോരാ, എവിടെ നിന്നാണ്, എയിൽ നിന്നും ബി വഴി സിയിലെത്താനുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എയിൽ നിന്നും ബിയിലെത്താൻ 1 ഉണ്ട്, ബിയിൽ നിന്നും സിയിലെത്താൻ 2 ഉണ്ട്. അപ്പോൾ 1 + 2 പ്ലസ് എച്ച് ഓഫ് സി അത് 4 ആണ്. അങ്ങനെ 4 2 6 1 7, രണ്ടും 7 ആണ്. അപ്പോൾ 2 വാല്യൂവും സെയിം ഹ്യൂറിസ്റ്റിക് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതെഴുതാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ഡിയും ഉണ്ട് സിയും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഹ്യൂറിസ്റ്റിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത സ്ഥിതിക്ക് ഓപ്പൺ ലിസ്റ്റിൽ എഴുതാം. അപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ലിസ്റ്റിൽ നിന്ന് ക്ലോസ്ഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ഇവിടെ എ ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ബി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഡിയും സിയും കൂടെ എഴുതി. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, സിയുടെ 7 ആണ്. ഇപ്പോൾ ബി ഓൾറെഡി ഇങ്ങ് താഴെ പോകുന്നു, ഇനി അവിടെ ഇല്ല. സിയും ഡിയും ഇയും മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു ഡി ഉണ്ട്, ഇവിടെ വീണ്ടും സി ഉണ്ട്. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്, ഡിയും സിയും ചെറുതാണ്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ സി എടുക്കുമ്പോൾ സിയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. സി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര, സിക്ക് ഒരു ചൈൽഡിനോട് മാത്രമേ ഉള്ളൂ, അത് ഇ ആണ്. ഇനി എഫ് ഓഫ് ഇ കണ്ടുപിടിക്കണം. എഫ് ഓഫ് ഇ കണ്ടുപിടിക്കാൻ ജി ഓഫ് ഇ പ്ലസ് എച്ച് ഓഫ് ഇ കണ്ടുപിടിക്കുക. ജി ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണ്, എ ബി സി ഇ, ഈ പാത്തിൻ്റെ കോസ്റ്റാണ് നോക്കേണ്ടത്. എ എന്ന് പറഞ്ഞാൽ 1, ഇവിടെ 1 വരും. ബി ടു സി എന്ന് പറയുന്നത്, ബിയിൽ നിന്നും സിയിലേക്ക് പറയുന്നത് 2 ആണ്, സിയിൽ നിന്നും ഇയിലേക്ക് വരുന്നത് 5 ആണ്. അപ്പോൾ
8 ആണ് ഇത് ടോട്ടൽ വരുന്നത്. എച്ച് ഓഫ് ഇ എന്ന് പറയുന്നത് 3 വരും. അങ്ങനെ 11 വരും അത്. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇ എന്ന് പറയുന്ന നോഡിൻ്റെ ഹ്യൂറിസ്റ്റിക് വാല്യൂ കണ്ടുപിടിച്ച സ്ഥിതിക്ക്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതിന് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 11 ആണ് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ ബാക്കി ഇവിടെ സി മാത്രമേ എടുത്തിട്ടുള്ളൂ, സി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു 8 ഉള്ള സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഡി ആണ്. അപ്പോൾ ഡിയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഡി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വരുന്നത്? ഡി എക്സ്പാൻഡ് ചെയ്താൽ എഫും ഉണ്ട്, ജിയും ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് രണ്ടും എഴുതാം. എഫും ഉണ്ട്, ജിയും ഉണ്ട്. ഇനി എഫിൻ്റെ വാല്യൂ കണ്ടെത്താം. എഫിൻ്റെ വാല്യൂ കണ്ടെത്താൻ എന്താണ്? എ ബി ഡി എഫ് ഈ ഓർഡറിൽ കണ്ടുപിടിക്കണം. അപ്പോൾ എ ടു ബി നമ്മൾ 1 എഴുതിയിട്ടുണ്ട്. ഇനി ബി ടു ഡി, ബിയിൽ നിന്നും ഡിയിലേക്കുള്ളത് 3 ആണ്. ഇനി ഡി ടു എഫ്, ഡിയിൽ നിന്നും എഫിലേക്ക് 2 ആണ്. ഇനി നോക്കിക്കേ എത്ര വരും? 1 3 2 1 3 2 അതാണ് എഫിലേക്കുള്ള ഡിസ്റ്റൻസ്. 1 പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് നമ്മുടെ എച്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ എച്ച് എഫ് എത്രയാണ് എഴുതിയിരിക്കുന്നത്? 1 ആണ്. അപ്പോൾ അത് 1. ഇത് 3 കൂടെ ജി ഓഫ് എന്നും ഇത് എച്ച് ഓഫ് എഫും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? എഫിൻ്റെ വാല്യൂ 7 എന്ന് കിട്ടും. ഇനി ജിയുടേതും ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ജിയുടേത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ജിയുടേത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരെ 1 3 എഴുതി. ഡിയിൽ നിന്നും ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് ജിയുടെ എസ്റ്റിമേറ്റ് ഹ്യൂറിസ്റ്റിക് വാല്യൂ എത്രയാണ്? 0 ആണ്. 0 അത് 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കും ഇതിനെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കി. അപ്പോൾ 7 ആണ് ഏറ്റവും ചെറിയ വാല്യൂ എടുത്തത്. അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എഫിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുവാണേ. എഫിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്രയൊക്കെയാണ് കിട്ടുന്നത്? എഫിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫിൽ നിന്നും ഒറ്റ നോഡേ ഉള്ളൂ, അത് ജി ആണ് കേട്ടോ. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ജിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ജിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജിയിലെത്താനുള്ള ഡിസ്റ്റൻസ് നോക്കണം. ജിയിൽ നിന്ന് ഏത് വഴി എത്താനുള്ള, എഫ് വഴി എത്താനുള്ള ഡിസ്റ്റൻസാണ് നോക്കേണ്ടത്. നമുക്കിവിടെ 1 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, പ്ലസ് എഫിൽ നിന്നും ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് അത് 1 ആണ്. അപ്പോൾ എത്ര വരും? 1 പ്ലസ് 3, ഈ 1 ആണ്, പിന്നെ ഈ 3 ആണ്, പ്ലസ് ഈ 2 ആണ്, പ്ലസ് ഈ 1 ആണ്, പ്ലസ് ജിയുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ അത് 0 ആണ്. അപ്പോൾ എത്രയായി? ഇവിടെ ടോട്ടൽ 7 വരും, ഈക്വൽ ടു 7 വരും. ഇനി അടുത്ത് നമ്മൾ ഈ നോഡിനെ എടുക്കുന്നു, ഗോൾ നോഡാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഗോൾ നോഡാണ്. ഗോൾ നോഡിന് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത്, നമുക്ക് 2 പാത്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. ഇത് 7 ആണ്, ഇത് 8 ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് നമുക്കിതിൽ കിട്ടും.